എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുന്നതാണ്. ഇന്നത്തെ ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി നോക്കണേ. നല്ല സ്വാദാണ് കഴിക്കാനായിട്ടും. അത് പഞ്ഞി പോലെയാണ് ഈ ഒരു ഉപ്പുമാവ് നമുക്ക് കഴിക്കാനും സാധിക്കുന്നത്. ഇതിലേക്ക് പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ ചെയ്തെടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഈ ഒരു താളിപ്പുകളൊക്കെ ചേർത്ത് ഈ ഒരു വെറൈറ്റി ഉപ്പുമാവ് തയ്യാറാക്കി നിങ്ങൾ കഴിച്ചു നോക്കണം. കഴിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ഹെൽത്തി ഉപ്പുമാവ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. ഇനി കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകിപ്പോൾ നല്ലോണം തന്നെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കൊച്ചുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു പിടിയോളം മുരിങ്ങയില എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടിയായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ഇപ്പോൾ മൂപ്പായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കൊച്ചുള്ളി കട്ട് ചെയ്തത് ചേർക്കാം. ഞാനിവിടെ ഒരു 8 കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഉപ്പുമാവ് 1 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. കൊച്ചുള്ളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി വേണ്ടത് വറമുളകാണ്. വറമുളക് കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റാം. ഇനി പച്ചമുളകും കറിവേപ്പില കൂടെ ചേർക്കാം. വീണ്ടും നല്ലോണം തന്നെ വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ കൊച്ചുള്ളിക്ക് പകരമായിട്ട് സവാളയും ചേർക്കാവുന്നതാണ്. ഉള്ളിയൊക്കെ ഇപ്പോൾ നല്ലോണം തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കേണ്ടതുണ്ട്. ഒരു ക്യാരറ്റിന്റെ പകുതി ഭാഗം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ബീട്രൂട്ടിന്റെ പകുതി ഭാഗവും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യമേ വഴണ്ട് വന്നിട്ടുള്ള ഉള്ളിയിലേക്ക് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം. വഴറ്റിയെടുക്കാം. ബീട്രൂട്ട് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടെ ചേർക്കാം. വീണ്ടും നല്ലോണം തന്നെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിടിയോളം മുരിങ്ങയില കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് കൂടെ ചേർക്കാം. മുരിങ്ങയിലും കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ മുരിങ്ങയിലയും ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കുടൻ തന്നെ ഈ ഒരു വഴറ്റിയ ചേരുവകളെല്ലാം തന്നെ പാനിൽ നിന്നും കോരി മാറ്റണം. ഞാൻ ഈ വഴറ്റിയ ചേരുവകളെല്ലാം ഒന്ന് കോരി മാറ്റുവാണ്. ഇനി ഇതേ പാനിലേക്ക് 300 ഗ്രാം അളവിൽ റവ ചേർക്കുവാണ്. വീണ്ടും റവ നല്ലതുപോലെ വറുത്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്ത റവയാണ് എങ്കിൽ തന്നെയും ഞാൻ ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. വറുത്തെടുക്കുന്ന റവയിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. റവ ഒന്ന് അങ്ങനെ റവയും ഇപ്പോൾ ഒരു 2 മിനിറ്റ് നേരം ചെറിയ തീയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ റവയും പാനിൽ നിന്നും എടുത്തു മാറ്റാം. നമ്മൾ ഫ്രൈ ചെയ്ത റവയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് എന്ന അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി 1 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ അളവിലെ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം വെട്ടിത്തിളച്ച് വരാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളം നല്ല പോലെ തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചു കൊടുക്കാം. വെള്ളത്തിലേക്ക് ഉപ്പ് നല്ലതുപോലെ ഒന്ന് ഇളകി കിട്ടാനായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന റവ നമുക്കിതിലേക്ക് ഇതുപോലെ ഒന്ന് വിടർത്തി ചേർത്ത് കൊടുക്കാം. റവയും ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാനായിട്ടും. റവ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഉടഞ്ഞ് ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ ഒന്ന് മൂടി വെച്ച് കൊടുക്കുവാണ്. അങ്ങനെ 2 മിനിറ്റ് നേരം മൂടി വെച്ച റവ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ റവയിലുണ്ടായിരുന്ന വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ചേരുവകൾ കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വഴറ്റിയിട്ടുള്ള ചേരുവകളിലേക്ക് ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് 1-2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ 2-3 മിനിറ്റ് നേരം മൂടി വെച്ചിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് തുറന്ന് നോക്കാം. മൂടി വെക്കുന്ന സമയത്ത് ചെറിയ തീയിലാക്കി വേണം വെക്കാനായിട്ട്. ഇനിയിപ്പോൾ ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം ഒന്നും വേവിച്ചെടുക്കേണ്ട. ഒരുപാട് നേരം വേവിച്ചെടുക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു മുരിങ്ങയില കയ്പ്പ് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതുപോലെ വഴറ്റിയിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഒന്നും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റുന്ന താമസം മാത്രമേ ഉള്ളൂ. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.